ഈ നവംബർ 18-ന് കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിച്ച് ഡിസംബർ 23-ന് തിരുവനന്തപുരത്ത് അവസാനിച്ച ഒരു യാത്രയെക്കുറിച്ച് നമ്മളെല്ലാവരും ഓർക്കുന്നുണ്ടാവും. അന്ന് വലിയ വാഗ്ദാനങ്ങളായിരുന്നു നൽകിയിരുന്നത്. സാധാരണക്കാരായ ജനങ്ങളെ നേരിട്ട് കണ്ട് അവരുടെ പരാതികളൊക്കെ സ്വീകരിക്കുക, ഇപ്പോൾ തന്നെ അതിന് പരിഹാരമുണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാവരും കൂടെ ചേർന്ന് ഒരുപക്ഷെ തലസ്ഥാനത്ത് ഭരണസ്തംഭനം പോലും ഉണ്ടാക്കിയിട്ട് ഒരു യാത്ര പോയി. വലിയൊരു ആഡംബര ബസ്സിലൊക്കെ നല്ല ഉല്ലസിച്ചൊക്കെ ഒരു യാത്ര പോയിരുന്നു. ഒരുപാട് പ്രതിഷേധങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ സദസ്സുമായി ബന്ധപ്പെട്ട് അതിന് ശേഷമുള്ള തുടർ നടപടികൾ എവിടം വരെ എത്തിയെന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ആ സദസ്സിൽ, നവകേരള സദസ്സിൽ ലഭിച്ച അപേക്ഷകളിൽ തീർപ്പാക്കൽ നടപടി വൈകുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴും റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മേൽനോട്ടത്തിൽ അവലോകന യോഗങ്ങൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ എത്ര അപേക്ഷകളിൽ തീരുമാനമായി എന്ന കൃത്യമായ കണക്ക് പോലും സർക്കാരിൻ്റെ പക്കലില്ല. നവകേരള സദസ്സിൽ ലഭിച്ച അപേക്ഷകളിലും അതിന്മേലെടുത്ത നടപടികളിലും സർക്കാരിന്റെ ഒളിച്ചുകളി തുടരുകയാണ്. എറണാകുളത്തെ നവകേരള സദസ്സ് കൂടി പൂർത്തിയായപ്പോൾ ഏകദേശം 7 ലക്ഷത്തിലധികം അപേക്ഷകളാണ് ലഭിച്ചത്. 6,21,167 അപേക്ഷകളാണ് ആദ്യഘട്ടത്തിൽ ലഭിച്ചിരുന്നത്. എറണാകുളത്ത് 52,450 നിവേദനങ്ങളും ലഭിച്ചിരുന്നു. എന്നാൽ അപേക്ഷകളിൽ ഭൂരിഭാഗവും നടപടിയാകാതെ കെട്ടിക്കിടക്കുന്നു. തീരുമാനം വൈകുന്ന സാഹചര്യത്തിൽ 2 ദിവസം മുൻപ് മുഖ്യമന്ത്രി തന്നെ വിളിച്ചു ചേർത്ത അവലോകന യോഗങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. വിവിധ വകുപ്പുകളിലെ അപേക്ഷകളാണ് ഓരോ ദിവസവും പരിശോധിക്കുന്നത്. നാളെ അവലോകന യോഗങ്ങളും അവസാനിക്കും. ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ വകുപ്പ് സെക്രട്ടറിമാരും അവലോകന യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സാങ്കേതിക കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് തീരുമാനമുണ്ടാക്കാനാണ് നിർദ്ദേശമെങ്കിലും എത്ര അപേക്ഷകളിൽ നടപടിയാകുമെന്ന് കണ്ടറിയാം. ജനം, തിരുവനന്തപുരം.